ഇടിയുടെ സമയത്ത് മുത്തശ്ശിയുടെ കയ്യിൽ അയ്യപ്പ വിഗ്രഹം ഉണ്ടായിരുന്നോ? അത് എന്റെ കയ്യിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചു പോയി, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങനെ തെറിച്ചുപോയ അയ്യപ്പ വിഗ്രഹം പിന്നെ എങ്ങനെയാ എത്തേണ്ടടുത്ത് എത്തിയത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവനെ കണ്ടായിരുന്നോ, ആ സാഗറിനെ? കണ്ടു. പഴയ ദേഷ്യമൊക്കെ ഇപ്പോഴും അയാളോടുണ്ടോ? ഇല്ല സർ, ഞങ്ങൾ ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാ മനുഷ്യരിലും നല്ല കാലവും കെട്ട കാലവുമുണ്ട്. അവന്റെ സാഹചര്യം അവനെ കൊണ്ട് കുറച്ച് തെറ്റുകൾ ചെയ്യിച്ചു. ഇപ്പോ അവൻ മാറ്റത്തിന്റെ പാതയില്ല. ഇനി അവനെ വിശ്വസിക്കാം. കണ്ണനും മഹാലക്ഷ്മിയും ഇനി വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അവനും അവന്റെ ഭാര്യയ്ക്കും നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഞാൻ തന്നെ സൃഷ്ടിച്ചു കൊടുത്തോളാം. പിന്നെ ആ കൊച്ചും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അവക്ക് നല്ലൊരു ജോലി കമ്പനി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതേപ്പറ്റി പറഞ്ഞെങ്കിലും അവളത് കേട്ടില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എങ്കിലേ മനുഷ്യൻ വളരൂ. എന്നാ പിന്നെ രണ്ടാളും മുറിയിലേക്ക് പോയിക്കോ. ശരി സാർ. അയ്യപ്പന്റെ അനുഗ്രഹം കിട്ടിയ പെൺകുട്ടിയാണ് മഹാലക്ഷ്മി എന്ന് ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരുണയുടെ മുത്തശ്ശിയ. എന്നിട്ട് അവരും നിന്റെ അമ്മായി അച്ഛനും കൂടെ എന്തിനാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അയ്യപ്പ വിഗ്രഹം അവരുടെ കയ്യിൽ നിന്ന് പോയാ അവരുടെ ശക്തി ക്ഷയിക്കുന്ന ഞങ്ങളൊക്കെ കരുതിയത്. ഓ, എന്നിട്ട് ശക്തി ക്ഷയിച്ചില്ലെന്ന് മാത്രമല്ല, എടാ ആ വിഗ്രഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്തു. അത് എടുത്തോണ്ട് പോയവരോ ഇപ്പൊ ഹോസ്പിറ്റലിലും ആയി. എടാ ഉണ്ണി, അവൾ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ പേര് പോലെ തന്നെ അവളില് ദൈവികാംശമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൻ നാളെ നടന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവര് പോയിട്ടുണ്ട് ഭർത്താവിനെ കൊണ്ട് തോമസ് വൈദ്യന്റെ അടുത്തേക്ക്. എടാ കണ്ണന്റെ കാര്യം നിനക്കറിയാമല്ലോ. അവനെന്തെങ്കിലും പുരോഗതി ഇല്ലെങ്കിൽ നിരന്തരം അങ്ങനെ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് അവൻ പോവില്ല. പിന്നെ അവന്റെ ഇടത് കാല് ചലിച്ചത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷേ ഞങ്ങളാരും ഇതുവരെ അയാൾ ഇടതുകാലം ചലിപ്പിക്കുന്ന കണ്ടിട്ടില്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? എടാ അവന്റെ ഇടത് കാല് ചലിക്കുന്നുണ്ടെന്ന് ആദ്യം സംശയം പറഞ്ഞത് കരുണയാ. പക്ഷേ പിന്നീട് ഞങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കാര്യമായ ചലനൊന്നും ഇടതുകാലം ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല. എടാ പിന്നെ എന്തിനാടാ അവൻ ഇത്ര ആവേശത്തോടെ അങ്ങോട്ട് പോകുന്നത്? അതുപോലെ തന്നെ മലയ്ക്ക് പോകാൻ അവൻ മാലയിട്ടിരിക്കുകയല്ലേ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ അവൻ മലയ്ക്ക് പോകൂടാ. അതിപ്പോ ഡോളിയുടെ സഹായത്തോടെ സന്നിധാനത്തിലെത്താലോ. എങ്കിലും അവൻ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ മലയ്ക്ക് പോകണോന്ന്. ഉണ്ടോ? ഇത്തവണ അതിന് വ്യത്യസ്തമായിട്ട് അവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തൊക്കെയോ മാറ്റങ്ങൾ അവന്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ബാക്കിയുള്ളൂ മേക്കേട്ടാ. അങ്ങേരെങ്ങാനും എഴുന്നേറ്റ് നടന്നാലുണ്ടല്ലോ പിന്നെ കരുണ എന്നെ നിർത്തിപ്പൊരിക്കും. അങ്ങേര് വീൽ ചെയറിൽ ഇരിക്കുന്ന മാത്ര കരുണയ്ക്ക് ആകെയുള്ള ആശ്വാസം. അതും കൂടെ ഇല്ലാതായ പിന്നെ ഞാൻ തീർത്തും അവളുടെ മുന്നിൽ കഴിവുകെട്ട ഭർത്താവ് തന്നെ. മഹാലക്ഷ്മി കണ്ണനോടൊപ്പം ഉള്ളിടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ജന്മമാസം അവൻ അത്രയ്ക്ക് നല്ലതല്ല. നിനക്കറിയാലോ, അവന്റെ ജന്മമാസമാ അവന്റെ അച്ഛൻ പോയത്. അതുകൊണ്ട് ഈ വൃശ്ചികത്തില് അവന് മഹാലക്ഷ്മിയെ നഷ്ടപ്പെടണം. എനിക്കിനി പ്രതീക്ഷയില്ല മേക്കേട്ടാ. അവരെ കൊല്ലാൻ ശ്രമിച്ച മരിക്കുന്നത് നമ്മളായിരിക്കും. ഇതുവരെയുള്ള അനുഭവം അതാണ്. നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ മോനെ.
നമുക്ക് കിട്ടാനുള്ള തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു. അതിനി നമുക്ക് കൊടുക്കാനേ ഉള്ളൂ. വർക്ക് സൈറ്റില് ആരെങ്കിലും നമുക്ക് വശത്താക്കാവിടെ. എല്ലാവരും ഒന്നും മഹാലക്ഷ്മിയും കണ്ണനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അവിടെയാണ് മേക്കേണ്ട തെറ്റുപറ്റിയത്. ഇപ്പോ കമ്പനിയോട് 100% കൂറ് പുലർത്തുന്നവരെ മാത്രമേ അവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ കാലക്കേടിന് ഏട്ടത്തെ കമ്പനിയിൽ വന്നതിന് ശേഷം കമ്പനി കുതിച്ചുയരുവാ. ലാഭം പഴയതിൽ നിന്നും 10-60% കൂടിയിട്ടുണ്ട്. ഇനി രക്ഷയില്ല മേക്കേട്ട, അവരെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു. കമ്പനിക്കുണ്ടാവുന്ന ലാഭം മുഴുവനും ഇപ്പൊ അവളുടെ അക്കൗണ്ടിലേക്കാ പോകുന്നത്. കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലും മഹാലക്ഷ്മി കോടീശ്വരിയാ. കോടികൾ കൊതിച്ച നമ്മളാ മേക്കേട്ടാ പാപ്പരാകാൻ പോകുന്നത്. ജയബാല, അതിങ്ങെടുക്ക്. ശരി സാർ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ജയബാല, നാളെ കണ്ണന്റെ പിറന്നാളായിട്ട് രാവിലെ മോളൊന്ന് ക്ഷേത്രത്തിൽ പോണം. കണ്ണന്റെ പേരിൽ നെയ്പായസവും പാൽപായസവും ഒക്കെ കഴിപ്പിക്കണം. അയ്യപ്പന് നെയ്യഭിഷേകം നടത്തണം. കേക്ക് മുറിക്കലും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടാകാം. ശരി സാർ. അങ്ങേയറ്റം ഭക്തിയോടെ ചെയ്യേണ്ട ഒരു ചികിത്സയാണിത്. ഇവിടെ ദൈവങ്ങൾക്ക് കണ്ണനോടൊരു കടം ബാക്കി നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു പയ്യന് അവന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തി. അയാളെ തളർത്തിക്കളഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ കടം പകുതി വീട്ടി മഹാലക്ഷ്മിയെ കണ്ണന് നേടിത്തന്നതോടെ. എന്നാൽ ഇനിയും ബാക്കി കടം വീട്ടണമെങ്കിൽ കണ്ണന്റെ കാലിന്റെ സ്വാധീനം തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞാൻ എല്ലാം ചെയ്തോളാം സാർ. രാവിലെ മുഴുവൻ സമയവും അമ്പലത്തിൽ കഴിച്ചുകൂട്ടിക്കോളാം. ആ, ഇനി കണ്ണൻ കാലുകളൊന്ന് ചലിപ്പിച്ചേ. പതുക്കെ പൊക്കിക്കോളൂ. ആ ആ ആ മറ്റേ കാലൊന്ന് പൊക്കിക്കേ. ആ ഹാ ഹാ
ജയബാല ഒന്ന് നിർത്തിക്കേ. അരയ്ക്ക് താഴോട്ട് തളർന്ന സമയത്ത് പോലും ഇയാളുടെ ബോഡി ഫിറ്റായിരുന്നു. അതുകൊണ്ടാണ് മരുന്നുകൾ പെട്ടെന്ന് ശരീരവുമായി പൊരുത്തപ്പെട്ടത്. വീര്യം കൂടിയ മരുന്നുകൾ ഒരുപാട് ഉള്ളിൽ ചെന്നിട്ടും കണ്ണന് തളർച്ച ഉണ്ടാകാതിരുന്ന അതുകൊണ്ടാണ്. അവിടെയായിരുന്നു എനിക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പിന്നെ വലതുകാലിന്റെ വിരലുകൾ ചലിച്ചതോടെ എനിക്കുറപ്പായി ഇനി കണ്ണൻ പഴയ പോലെ തിരിച്ചു വരുമെന്ന്. ഇത് കണ്ണന്റെ പുനർജന്മമാണെന്ന് കരുതിക്കൊള്ളൂ. മാർക്കോയും അനന്തവും ഉൾപ്പെടെ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണന്റെ കേക്ക് മുറിക്കാൻ. അപ്പോ കണ്ണൻ ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റ് നിന്ന് കേക്ക് മുറിക്കാൻ കഴിഞ്ഞാ അത്രയും നല്ലതല്ലേ? ഇന്നത്തെ രാത്രിക്കും നാളത്തെ രാത്രിക്കും വളരെ പ്രാധാന്യമുണ്ട്. എല്ലാം അയ്യപ്പസ്വാമി കണ്ടറിഞ്ഞ് ചെയ്യട്ടെ. ഇവിടെ ഇന്ന് പുതിയതായി കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വനത്തിൽ നിന്ന് ശേഖരിച്ച ഔഷധ സസ്യങ്ങൾ ഇടിച്ചു പിഴിയുന്ന തിരക്കിലാണ്. മോക്ക് വേണമെങ്കിൽ പോയി കാണാം. ശരി സർ. എടോ കണ്ണ, ജീവിതത്തിൽ നമുക്ക് കാഴ്ചയില്ലെങ്കിലും കാലിനും കൈക്കും സ്വാധീനമില്ലെങ്കിലും ഇതുപോലൊരു ഭാര്യയെ കിട്ടിയാലുണ്ടല്ലോ, അതെല്ലാത്തിനും ഒരു പരിഹാരമാടോ. എങ്ങനെയുണ്ട്? എല്ലാവരും കണ്ണനു വേണ്ടി അത്യധ്വാനം ചെയ്യുക. വൃശ്യത്തിലെ തൃക്കാർത്തികയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ. അന്നാണ് കണ്ണന്റെ അച്ഛന്റെ ജീവനുള്ള ശരീരത്തിൽ നിന്നും ആത്മാവ് വേർവിട്ടു പോയത്. എങ്കിലും ആ ആത്മാവ് ഇപ്പോഴും കണ്ണന്റെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് കണ്ണന്റെ അച്ഛന്റെ അനുഗ്രഹം നാളെ കണ്ണന് തുണയാകും. കണ്ണേട്ടന് മലയ്ക്ക് നടന്നു കയറാൻ പറ്റുന്നൊക്കെ പറയുമ്പോ അതിന് പറ്റില്ലാന്ന് ഒരു തോന്നലുണ്ട് കണ്ണേട്ടന്. അത് സാറിന് മനസ്സിലായല്ലോ. പക്ഷെ സാറ് പറഞ്ഞ പോലെ 18-ാം പടിയെങ്കിലും നടന്നു കയറാൻ പറ്റിയ അത്ര ആശ്വാസം. നമുക്ക് നോക്കാം മോളെ. ഇതുപോലെ തീവ്രമായ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഞാനൊരു ചികിത്സയും നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മരുന്നിന്റെ കാര്യത്തിലും ഇതുപോലെ ഒരു റിസർച്ച് ഞാൻ നടത്തിയിട്ടില്ല. അതിന്റെ ഫലം കാണണം. ദൈവം അനുഗ്രഹിച്ചാൽ അത് തൃക്കാർത്തിയെ കഴിഞ്ഞ് പോകരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ബാക്കിയൊക്കെ മുകളിലുള്ള ആള് തീരുമാനിക്കുന്ന പോലെ.
നന്നായിട്ട് കുറുകട്ടെ. ആ ആ കുറച്ചുകൂടി പൊടിയാനുണ്ടല്ലോ. പൊടിക്കാം സർ. ഉം. പന്ത്രണ്ട് മണിയായി. ഇന്ന് കണ്ണേട്ടന്റെ ബർത്ത്ഡേയാ. കണ്ണേട്ടന് 32 വയസ്സ് തികയുന്ന ദിവസം. അതിലൊരു തെറ്റുണ്ട്. പിറന്നാള് ദിവസമാണ് നാളെ, തൃക്കാർത്തിക. ബർത്ത്ഡേ ഡേറ്റ് വേറെയാ. എന്നാലും 12 മണി കഴിഞ്ഞ അടുത്ത ദിവസമാണെന്നാണല്ലോ നമ്മൾ പറയുന്നേ. എന്റെ പിറന്നാൾ ആശംസകൾ. വാ. നടക്ക്. അതെ, ഇന്ന് ഞങ്ങൾക്കൊന്നും ഉറക്കം കാണില്ല. മോള് പക്ഷേ ഉറക്കം ഒഴിക്കണ്ട. അതിരാവിലെ അമ്പലത്തിലൊക്കെ പോകാനുള്ളതല്ലേ. പോയി കിടന്നുറങ്ങിക്കോ. ഇന്ന് ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരില്ല സാർ. എനിക്കിന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയോടെ കിടക്കണം. എന്നാ പിന്നെ ഞാൻ തടയുന്നില്ല. ഇന്ന് ഈ അഗസ്ത്യാകൂടത്തിലെ എല്ലാവരുടെയും അധ്വാനം കണ്ണന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ദിവസമാണ്. എല്ലാവർക്കും അതിന്റെ ഒരു ആശങ്കയുണ്ട്, എനിക്കൊഴിച്ച്. അതെന്താ സാറിനില്ലാത്ത? ഞാൻ അത്രയ്ക്ക് ശുഭാപ്തി വിശ്വാസത്തില. ആ പിന്നെ കണ്ണ, മരുന്ന് ശരീരത്തിൽ പുരട്ടുമ്പോ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞ ശേഷം ഒരു കുളി, അതോടെ ആ വേദനയൊക്കെ മാറിക്കോളും. പിന്നെ ഉള്ളി കഴിക്കാനുള്ള മരുന്ന് കൂടി ചെന്ന് കഴിയുമ്പോൾ മൊത്തത്തിലൊരു തണുപ്പായിരിക്കും. വൃശ്ചിക മാസം ആയതുകൊണ്ട് പുറത്തും നല്ല തണുപ്പുണ്ട്. ഉള്ളിലേക്കും അത് ഇരച്ചു കയറുമെന്നർത്ഥം. ആയിക്കോട്ടെ സർ. മഹി, സാറ് പറഞ്ഞു കേട്ടില്ലേ? പോയി കിടന്നുറങ്ങിക്കോ. ചെല്ലു മോളെ. മോളൊന്ന് മയങ്ങുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കുറച്ചുകൂടി കണ്ണം മെച്ചപ്പെട്ടിരിക്കും. മോള് ചെന്നുറങ്ങിക്കോളൂ. കൊന്തിരിക്കം പോയിച്ചോളൂ.
കണ്ണ ഇനി കണ്ണടച്ചോളൂ. കണ്ണേട്ടന്റെ അച്ഛൻ മരിച്ചതിനും അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടതിനൊക്കെ ഞാൻ സാക്ഷിയാ. അതേ എനിക്ക് തന്നെ സാക്ഷിയാകണം. എന്റെ കണ്ണേട്ടൻ പരസഹായമില്ലാതെ നടക്കുന്നത് കാണാൻ. ഭഗവാനെ, അതിനുള്ള അവസരം തരണേ. തോമസ് സാറിന്റെ ആത്മവിശ്വാസം അതേപടി നിലനിർത്തണേ. സ്വാമി അയ്യപ്പ ഭഗവാനെ, സ്വാമി അയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.
കണ്ണാ, ഇന്ന് എത്ര വേദന ഉണ്ടെങ്കിലും സഹിക്കണം. ചിലപ്പോ കൊളുത്തി പിടിക്കുന്ന പോലുള്ള വേദന ഉണ്ടാകും, നീറ്റലും ഒരുപാടുണ്ടാകും. സാരമില്ല സാർ. വേദനിക്കുമ്പോ അയ്യപ്പസ്വാമിയെ മനസ്സിൽ കണ്ടോളൂ. സ്വാമി അരികിൽ തന്നെ ഉണ്ട്. മണ്ഡലകാലത്ത് നഷ്ടപ്പെട്ട ചലനശേഷി മണ്ഡലകാലത്ത് തന്നെ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഈ നിൽക്കുന്നവന് അപകടം പറ്റിയപ്പോഴാണ് നിങ്ങളിവിടെ അഡ്മിറ്റ് ആയത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനു ഹോസ്പിറ്റലിലേക്ക് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. പക്ഷേ ഇവിടുന്ന് നിങ്ങൾ പുറത്തു പോയതിനു ശേഷം ഇന്ന് തന്നെ നിന്റെ മൊബൈലിലേക്ക് അയച്ചെന്ന ഫോട്ടോയിൽ കണ്ടവളെ തട്ടിക്കൊണ്ടുവന്ന് തട്ടിക്കളയണം. ഒരുപാട് തവണ പരാജയപ്പെട്ട കേസായത്. അതുകൊണ്ടാ അഡ്വാൻസ് കൂടുതൽ തരാത്തത്. പക്ഷേ കൃത്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തുക തന്നിരിക്കും. നിന്റെയൊക്കെ മട്ടും പാവം കണ്ട ഇതൊക്കെ ഒരു നിസ്സാരമാണെന്ന തോന്നലുണ്ട്. പക്ഷേ ഒട്ടും നിസ്സാരമല്ല കാര്യങ്ങളൊക്കെ. അവിടെ ഏതു നേരോ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. മാർക്കോയൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം അമ്മച്ചി. അവനെ ഞങ്ങൾ മാർക്കിട്ട് ഇരുത്തിയിരിക്കുക. അതുപോലെ അത് നിന്റെയൊക്കെ കാര്യം. ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ പോലുള്ളവന്മാരും ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള. എന്നിട്ട് അവസാനം മാർക്കോയുടെ കയ്യിൽ നിന്ന് അവന്മാര് ശരിക്കും വാങ്ങി കെട്ടിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. അവരുമായിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തല്ലേ സാറേ. ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്താ അത് നടത്തിയിരിക്കും. എന്നാ പിന്നെ കേട്ടോ, ഇന്നൊരുത്തിന്റെ പിറന്നാളാ. അവന് അർഹിക്കുന്ന പിറന്നാൾ സമ്മാനം തന്നെ കൊടുക്കണം. അവന്റെ ജീവിതത്തിലേക്ക് അർഹതയില്ലാതെ കടന്നു ചെന്നവളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ. ശരി സാറേ. അമ്മച്ചി വാടാ. എടാ പ്രതാപ, ഇവന്മാർക്ക് ഈ തടിയും പത്രാസും ഒക്കെ ഉള്ളൂ. പിന്നെ അത്യാവശ്യത്തിന് വാചകടിയും ഉണ്ട്. അവന്മാര് പോയിട്ട് വരട്ടമ്മേ, നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഇന്ന് തൃക്കാർത്തിക. അതിരാവിലെ 5 മണിവരെയുണ്ട്. പ്രാർത്ഥന അതിന്റെ പാരമ്യത്തിലെത്തിയേ പറ്റൂ. എല്ലാം അറിയുന്നുണ്ടല്ലോ. എന്റെ കയ്യിലിരുന്ന അയ്യപ്പ വിഗ്രഹം ആ കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? അത് അതുപോലെ ഞാൻ ചെയ്യുകയും ചെയ്തു. അന്നാണ് ആ കുഞ്ഞിന് അപകടം പറ്റിയതും ആ കുഞ്ഞിന്റെ അച്ഛൻ പോയതും. ഇന്നിപ്പോ അതിന്റെ പിറന്നാളാണ്. അന്നത്തെ അതേ ദിവസം. അന്ന് ആ കുഞ്ഞിനുണ്ടായ നഷ്ടം ഒരു കടമായി ബാക്കി നിൽക്കുക. അതിന്റെ അച്ഛനെ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആ കുഞ്ഞിന് നഷ്ടപ്പെട്ട കാലിന്റെ ചലനശേഷി അതിന്ന് കിട്ടിയേ തീരൂ. അവൻ നടന്നു മല കയറി അങ്ങേ ദർശിക്കുന്നത് കാണാനുള്ള ആഗ്രഹം അങ്ങേക്കുമില്ലേ?
കണ്ണാ, കാലുകളൊന്ന് ഉയർത്തിയേ. വലത് കാൽ. ആ ആ ഉയർത്ത്. ആ അതൊക്കെ. ഇനി മറ്റേ കാലം നിവർത്തിയേ. ആ ആ വെരി ഗുഡ്. ആ ആ ആ വെരി ഗുഡ്. താഴ്ത്തിക്കോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാലിനെ തിരിഞ്ഞു കിടന്നോ. ആ പതുക്കെ. ആ വേദന ഉണ്ടെങ്കിൽ നിലവിളിച്ചോ. വേദന അടക്കി പിടിക്കേണ്ട കാര്യമില്ല കണ്ണാ. എന്തുവാ അമ്മേ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഈ മുടിഞ്ഞ ആലോചന ആലോചിച്ച് നമ്മുടെ കൊച്ചിന്റെ കുഞ്ഞാ പോയേ. നീ ഒന്ന് ചുമ്മായിരിക്കുന്നുണ്ടോ? ഞാൻ ആലോചിച്ചതേ, നീ ഇപ്പൊ കുറെ എണ്ണത്തിന് അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലോ മഹാലക്ഷ്മിയെ തേച്ചൊട്ടിക്കാൻ. എന്നിട്ട് അവസാനം അവര് നമ്മളെ തിരിഞ്ഞു കൊത്തുവന്ന. അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാലേ ഒന്നും നടക്കത്തില്ലമ്മേ. നമ്മൾ ശ്രമിച്ചോണ്ടേ ഇരിക്കണം. ശ്രമിക്കുന്നതിന് നമ്മുടെ കയ്യും കാലും ഓടിഞ്ഞോണ്ടിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞാ കരഞ്ഞോണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഭാഗം ജയിച്ചാലോ അമ്മേ? ജയിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് പ്രയാസം. ഒന്നാമത് മണ്ഡലകാലമാ, അവളാണെങ്കിൽ ഒരു മുടിഞ്ഞ ഭക്തയാ. ഈ സമയത്തെ അയ്യപ്പനെങ്ങാനും പ്രത്യക്ഷപ്പെട്ട് അവളെ ചിലപ്പോ രക്ഷിച്ചെന്നിരിക്കും. അയ്യപ്പനെ കൊണ്ട് കളയാൻ ശ്രമിച്ചപ്പോഴാ നമ്മൾ ഇവിടെ ആയത്. അയ്യപ്പനാണെങ്കിലോ ഒരു കേടുപാടും കൂടാതെ അവിടെ കൈ തന്നെ ഉണ്ട്. പിന്നെ എന്താ അമ്മേ ഞാൻ വേണ്ടേ? നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ചല്ലേ പറ്റൂ. എടാ, ഒരു തവണ കൂടെ നോക്കാം. ഇതും കൂടെ പരാജയപ്പെട്ട പിന്നെ പൂജയും മന്ത്രവാദം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ഓ, ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നതിന്റെ പരിക്ക് ഇതുവരെയും തീർന്നിട്ടില്ല. അതും ചാണകത്തിൽ വെച്ച ചൂരൽ വെച്ച് നമ്മളെയൊക്കെ തല്ലി ശരിപ്പെടുത്തിയത്. ഓ, നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാടാ, നല്ല സത്യസന്ധനായ മന്ത്രവാദി ഉണ്ടോന്ന്. അങ്ങനെയുള്ളവര് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യത്തില്ലമ്മേ. കാശ് കൊടുത്തു കഴിഞ്ഞാലേ എന്തും ചെയ്യുന്ന മന്ത്രവാദികളുണ്ട്. ഇതിപ്പോ അങ്ങ് കഴിയട്ടെ. ഇതും കൊണ്ടും തീർന്നില്ലെങ്കിൽ ഇനി പൂജയും മന്ത്രവാദവും കൊണ്ട് തന്നെ ശരണം. ഇതിലെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു. അവള് പോയിട്ട് വേണം വേറൊരുത്തനെയും കൂടെ അവളുടെ പിന്നാലെ പറഞ്ഞുവിടാൻ. ആ മാർക്കോയെ, എടാ, അവനും ബാധ കൂടിയ ഒരുത്തനാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ആ മേഖലയൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അവൻ പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ, ജയിലിൽ കിടക്കുവാ. ആ, അവന്റെ കാര്യം വിടമ്മേ. ലക്ഷ്മിയുടെയും കരുണമോളുടെയും കല്യാണം കഴിയുന്നത് വരെ എന്റെ പേര് പോലെ തന്നെ ആയിരുന്നില്ലേ ഞാൻ? പ്രതാപത്തോടെ കഴിയല്ലായിരുന്നു. ഇപ്പോ കൊഞ്ചു പോലെ വളഞ്ഞു പോയില്ലേ? ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഓരോന്ന് ചെയ്ത് കൂട്ടി കൊഞ്ചു പോലെ ഇനി വളയണ്ടെന്ന്.
ഇനി തിരിഞ്ഞു കിടക്കുക അണ്ണ. ആ ഇനിയൊന്ന് എടീറ്റേ. ആ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ജപാല, ഇനി പിടിച്ച ഒരു കസേരയിലോട്ടിരുത്ത്. പതുക്കെ. പതുക്കെ പതുക്കെ ഒന്ന് അമർത്തി പിടിച്ചോ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പതുക്കെ. ഒന്നുകൂടെ ശ്രമിക്കേ. പറ്റും. ഒന്നുകൂടെ. ആ ആ ആ കമോൺ. ആ കണ്ണന് പറ്റും. ആ ആ നന്നായി ശ്രമിക്കേ. ശ്രമിക്കേ. പറ്റുന്നില്ല സർ. അങ്ങനെ വരേണ്ടതല്ലോ. പിന്നെന്താ പറ്റിയത്? എനിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര പോലും കാലിന് സ്വാധീനം കിട്ടുന്നില്ല. എന്റെ മരുന്നുകൾക്ക് ശക്തിയില്ലാതായോ? നാളെ രാവിലെ മഹാലക്ഷ്മി വരുമ്പോ താൻ നടക്കുന്നത് കാണാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാ. അത് തന്റെ ഭാര്യ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണം കിടക്ക്. ജയപാല, പിടിക്ക്. ഒന്ന് മയങ്ങാൻ നോക്ക്. ശരീരത്തിൽ മരുന്നുകൾ നന്നായി പിടിക്കട്ടെ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഒന്നുകൂടി ഞാൻ വരാം. ആ സമയത്ത് വീണ്ടും ചികിത്സ തുടരും. സാർ വിഷമിക്കണ്ട. മല കയറി അയ്യപ്പസ്വാമിയെ ദർശിക്കണമെന്ന് സ്വാമിക്കും തോന്നലുണ്ടെങ്കിൽ എൻ്റെ ഈ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവും. ഇന്ന് തന്നെ പിറന്നാളായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയും സമയമുണ്ടല്ലോ. 5 മണിക്കല്ലേ പിറന്നാൾ അവസാനിക്കുള്ളൂ. നമുക്ക് നോക്കാം കണ്ണ. എല്ലാരും വാ. കണ്ണൻ ശാന്തമായി ഉറങ്ങട്ടെ.
ഉറങ്ങിപ്പോയല്ലോ. കണ്ണേട്ടനിപ്പോ നടന്നു തുടങ്ങിയോ എന്തോ.